വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഫ്തുഗു കെ ആദാബ്, പെരുമാറ്റത്തിൻ്റെ മര്യാദകൾ. ഈ പാഠമാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ആജ് നാസിയ ജബ് സ്കൂൾ സെ ഘർ ആയി തോ കുച്ച് ഖാമോശ് ഖാമോശ് തീ. ഇന്ന് നാസിയ സ്കൂളിൽ നിന്ന് എപ്പോൾ വീട്ടിൽ വന്നോ ആ സമയത്ത് അവൾ വളരെയധികം മൂകയായിരുന്നു, മിണ്ടാട്ടമില്ലായിരുന്നു. അവൾ വീട്ടിൽ കയറിയിട്ട് പതിവ് പോലെ സലാം പറയുകയും മുറിയിലേക്ക് നടന്നു പോവുകയും ചെയ്തു. അവിടെ ചെന്നിട്ട് അവൾ ഷൂ ഊരിയിട്ട് ഒരു മൂലയിൽ വെച്ചു. അങ്ങനെ സ്കൂളിൻ്റെ ഡ്രസ്സുകൾ, അതായത് യൂണിഫോമൊക്കെ മാറ്റിയിട്ട് വീട്ടിലെ ഡ്രസ്സുകൾ ധരിച്ചു. പിന്നെ മുഖവും കൈയൊക്കെ കഴുകിയിട്ട് സുപ്ര അങ്ങനെ വിരിച്ചു. ബിജാനാണ് വിരിക്കുക. അങ്ങനെ പതിവ് പോലെ അവിടെ സുപ്ര വെച്ചിരുന്നപ്പോൾ അത് എടുത്ത് വിരിച്ച്. അങ്ങനെ നാസിയയുടെ വലിയ സഹോദരി അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് അവിടേക്ക് വന്നു. അങ്ങനെ അത് സുപ്രയുടെ മേലിൽ വെച്ചു. അതേ സമയത്ത് ഉമ്മയും വന്നു. ഉമ്മ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഉമ്മ നാസിയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകളെ, എന്താ കാര്യം? നീ ഇത്രയും നിരാശയും അതേമാതിരി തന്നെ മൂകയായിരിക്കുക, എന്ത് പ്രശ്നം? അപ്പോൾ സൊഫിയ പറഞ്ഞു, അമ്മി, നാസിയനോടെ ചോദിച്ചത്. സൊഫിയ ഇടയിൽ കയറി പറഞ്ഞു, അമ്മി, ഉമ്മ ഏ ആപ്കോ നഖ്റ ദിഖാ രഹി ഹേ. ഇവൾ നിങ്ങളെ ഗോഷ്ടി കാണിക്കുകയാണ്. ഗോഷ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിനയിക്കുകയാണ്. അതായത് ഒരു എന്താ ക്ലാസ്മേ കിസീസെ ലഡ്കർ ആ ഗയി ഹോ ഗയ. ക്ലാസ്സിൽ ആരോടെങ്കിലും കച്ചറ കൂടി വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ ഒന്നും പറയില്ല, ഇവിടെ വന്നിട്ട് നിങ്ങളങ്ങനെ അടങ്ങാറാക്കാണ്. അപ്പോൾ അതിനുള്ള ഒരു മുഖഭാവത്തിന് നമ്മൾ ഗോഷ്ടി എന്നൊക്കെ പറയാം. ഏതായാലും അമ്മി പറഞ്ഞു, സൊഫിയ, നീ നിന്റെ ചെറിയ സഹോദരിയോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവളോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് പകരം അവളെ ബുദ്ധിമുട്ടിക്കുകയാണോ? വലിയ ആൾക്കാർ ചെറിയ ആൾക്കാരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നീ നിന്റെ ചെറിയ സഹോദരിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ അവൾ നിന്നോട് എങ്ങനെ അദബുള്ള ആളാകും? എന്നിട്ട് സൊഫിയ പറഞ്ഞു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്ക് മാപ്പ് തരൂ അമ്മ, എനിക്ക്. എന്നിട്ട് സൊഫിയ നാസിയയോട് ഈ സമയത്ത് സൊഫിയ നാസിയെ സന്തോഷിപ്പിക്കാൻ നോക്കി. അപ്പോൾ ഉമ്മ പറഞ്ഞു, മകളെ, ബാത്ചീത് കെ കുച്ച് ആദാബ്, സംസാരത്തിന് കുറച്ച് മര്യാദകളുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. സംസാരവും അതിൻ്റെതായിട്ടുള്ള സമയത്തും സന്ദർഭത്തിലേ പറയാൻ പാടുള്ളൂ. സംസാരത്തിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവരുടെ സംസാരം മുറിക്കുന്നത് അത് ചീത്ത കാര്യമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ സംസാരം അവസാനിക്കുന്നത് വരെ നമ്മുടെ സംസാരം തുടങ്ങാൻ പാടില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ ആദ്യം എനിക്ക് മാപ്പ് തരൂ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. പിന്നെ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ തൻ്റെ കാര്യങ്ങൾ പറയാൻ പാടുള്ളതില്ല. സൊഫിയ പറഞ്ഞു, ഉമ്മ, എനിക്ക് കുറച്ചുകൂടെ സംസാരത്തിൻ്റെ മര്യാദകൾ പറഞ്ഞു തരൂ. നമുക്ക് സംസാരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അദബുകൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുത്തു, മകളെ, സംസാരത്തിൻ്റെ സമയത്ത് ദേഷ്യം പിടിക്കുക, അതേമാതിരി തന്നെ സ്വന്തം പുകഴ്ത്തൽ പറയുക, അതുപോലെ തന്നെ ഇതൊക്കെ സംസാരത്തിൻ്റെ അദബുകൾക്കെതിരാണ്. ആരെങ്കിലും വിശ്വാസത്തിനോ അവരുടെ മതത്തിനോ അല്ലെങ്കിൽ പൂർവികരുടെ കാര്യത്തിൽ തെറ്റായ കാര്യങ്ങൾ പറയാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ തൻ്റെ ചെറിയ ആൾക്കാരോട് വളരെയധികം സ്നേഹത്തോടെയും വളരെ മയത്തോടു കൂടെയും പെരുമാറണം. അവരുടെ തെറ്റുകളുടെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ
അവരുടെ അവരുടെ തെറ്റുകൾ എല്ലാവരുടെയും മുമ്പിൽ അവർക്ക് തിരുത്തി കൊടുക്കുന്നതിന് പകരം അവരെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഉമ്മ പറഞ്ഞു, മേ ആപ്സെ വാദ കർത്തി ഹോ, ഞാൻ നിങ്ങളോട് കരാർ ചെയ്യുന്നു, കെ മേ ഇൻ തമാം ബാത്തോം കാ ഹയാൽ രഖൂങ്ക, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പാഠത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് നോക്കാം. ഗുഫ്തുഗുക്കെ ആദാബ്. ഗുഫ്തുഗു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു സംഭാഷണം, പെരുമാറ്റം. ആജ് ഇന്ന് നാസിയ എന്നുള്ള പെണ്ണ് ജബ് സ്കൂൾ സേ, എപ്പോൾ സ്കൂളിൽ നിന്ന് ഗർ ആയി തോ, വീട്ടിൽ വന്നു, അപ്പോൾ കുച്ച് അല്പം ഹാമൂഷ് മൂകയായിരുന്നു, സംസാരമില്ലായിരുന്നു, മിണ്ടാട്ടമില്ലായിരുന്നു. അപ്പോൾ അർത്ഥങ്ങൾ നോക്കി. ഗുഫ്തുഗു സംസാരം, ഹാമൂഷ് മിണ്ടാട്ടമില്ലാതെ. അങ്ങനെ ഉസ്നെ അവൾ ഗർമെ വീട്ടിൽ ദാഹിൽ ഹോക്കർ കയറിയിട്ട് റോസ് കി പറഞ്ഞാൽ പതിവ് പോലെ സലാം കിയ, സലാം പറഞ്ഞു. അവർ കമ്രേ മേ ചലി ഗയി, റൂമിലേക്ക് നടന്നുപോയി. ചലനാണ് നടന്നുപോയി. വഹാ ജാക്കർ, അവിടെ പോയിട്ട് ഉസ്നെ അവൾ ജൂത്തെ ഷൂകൾ ഉത്താർന്നാണ് ഊരിയിട്ട്, ഇറക്കിയിട്ട്, ഉത്താർന്നാണ് ഇറക്കുവാന്ന്, ഏക്ക് കോനെ മേ ഒരു മൂലയിൽ വെച്ചു. സ്കൂൾ കെ കപ്പടെ, സ്കൂളിലെ ഡ്രസ്സ്, അതായത് ഏത് യൂണിഫോം ബദൽക്കർ മാറ്റിയിട്ട്, ഗർക്കെ കപ്പടെ വീട്ടിലുള്ള ഡ്രസ്സ് പഹനെ ധരിച്ചു. ഫിർ പിന്നെ ഹാത്ത് ധോക്കർ, മുഖവും കൈയും കഴുകിയിട്ട്, ദസ്തുർഹാം ബിച്ചായ, സുപ്ര വിരിച്ചു. ബിച്ചാന എന്നാല് വിരിക്കുക, ദസ്തുർഹാൻ എന്നാൽ സുപ്ര. ഓക്കെ, കോന മൂല, പിന്നെ ധോന കൈകുക, ദസ്തുർഹാൻ സുപ്ര. ഓക്കെ, പിന്നെ ആം തൗർ പർ, പതിവ് പോലെ, ദസ്തുർഹാൻ സുപ്ര വഹി അവിടെ ലഗായ കർത്തി, അവിടെ ചേർത്ത് വെച്ചിരുന്നു. അപ്പോൾ പതിവ് പോലെ സുപ്ര അവിടെ ചേർത്ത് വെച്ചിരുന്നു, അതെടുത്താണ്ട് അവള് വിരിച്ചു. ആ സമയത്ത് നാസിയയുടെ ബഡി ബഹൻ, വലിയ സഹോദരി, ബാവർച്ചി ഖാന എന്നാൽ അടുക്കളയിൽ നിന്ന് കാനാലേക്കർ ഭക്ഷണം എടുത്തിട്ട് ആകയി വന്നു. അവർ ദസ്തുർഹാം പർ, സുപ്രയുടെ മേൽ കാന ലഗാദിയ, ഭക്ഷണം ചേർത്ത് വെച്ചു. ഉസി ദൗറാൻ, അതേ സമയം, ഉസീന അതേ ദൗറാൻ സമയം, അമ്മയും വന്നു. ആകെ ഉമ്മയും വന്നു. കാന ശുറു കർണേസെ, ഭക്ഷണം തുടങ്ങുന്നതിൻ്റെ മുമ്പ്, കാന ഭക്ഷണം ശുറു കർണേസെ തുടങ്ങുന്നതിൻ്റെ മുമ്പ്, ഉമ്മ നാസിയ കി തറഫ്, നാസിയയുടെ ഭാഗത്തേക്ക് ദേക്കാൻ നോക്കി. അവർ എന്നിട്ട് പറഞ്ഞു, ക്യാ ബാത്ത് ഹെ, എന്താ കാര്യം, ബേട്ടി മകൾ, തും ഇത്തിനി ഉദാസ്, നീ ഇത്രയും നിരാശ, അവർ ഹാമൂസ് മൂക, ക്യൂ ഹൂ, എന്തുകൊണ്ടാണ് ആയത്, നീ ഇത്രയും നിരാശയായവളും മൂകയായതും എന്തുകൊണ്ടാണ്. സൊഫിയ പറഞ്ഞു, അമ്മി ഉമ്മ, യേ ആപ്കോ നഖറ ദിഖാ രഹി ഹെ, ഇവൾ നിങ്ങളോട് ഗോഷ്ടി കാണിക്കുകയാണ്. ക്ലാസ്സിൽ കിസി ആരോടെങ്കിലും ലഡ്കർ കച്ചറ കൂടിയിട്ട് ആയി ഹോഗി വന്നിട്ടുണ്ടാകും. വഹാ അവിടെ കുച്ച് ബോലി നെയ്യ്, അവിടെ ഒരു സംസാരവും ഉണ്ടാവില്ല. യഹാ ഇവിടെ ആപ്കോ പരീശാൻ കർ രഹി ഹെ, ഇവിടെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പോൾ ഇത്രയും മതി, പഠിച്ചു നോക്കണം. അസ്സലാമു അലൈക്കും.